ഈ സന്തോഷം നിമിഷത്തിന്റെ അപ്ഡേഷൻ കൂടി ചോദിക്കട്ടെ. അതായത് ആദ്യമല്ലേ ചാക്കോച്ചന്റെ ഫൈറ്റ് ഗംഭീരമായിട്ട് എന്നെ ഞെട്ടിച്ചത് ബോഗൻവില്ലയിലെ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ എടുക്കുമ്പോൾ വെച്ചാൽ ഷാറുഖ് ഖാനും മൂന്ന് ഇടി കൊണ്ട് തീർക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. അതിനുശേഷം വീണ്ടും അമൽനീര പടത്തിൽ ഒന്നിക്കുകയാണ്. അതിന് ഭയങ്കര രീതിയിലുള്ള സ്റ്റാർ കാസ്റ്റാണ്. ഷറഫുഖ, ഷെയ്ൻ ടോൺ ചാക്കോ, ശ്രീനാഥ് വാസി, ടൊവിനോ, നെസ്ലിന്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്? ഇത്രയധികം സ്റ്റാർ കാസ്റ്റ് പടത്തിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നു. സിനിമകൾ ഓരോ എക്സൈറ്റ്മെൻറ്റുകളാണ്. ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ, കഥാസാഹചര്യങ്ങൾ, ടീം വർക്ക് വരുമ്പോൾ അതെല്ലാം ഓരോ എക്സൈറ്റ്മെൻറ്റുകൾ തന്നെയാണ്. ഇപ്പം ധ്രുവ സാഹചര്യത്തിൽ തന്നെ ഇതുവരെ ഉണ്ടാകാത്ത ഒരു കോമ്പിനേഷനാണ് ഇതിലുള്ളത്. ഞാൻ ചിതുവായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ചിതു ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നത്. ദിലീഷിനോടൊപ്പം ഇതുവരെ അങ്ങനെ ഒരു ത്രൂ ഔട്ട് സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ കോമ്പിനേഷൻസ് വരുന്നതും നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമയാണെങ്കിൽ പേട്രിയോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിലൊക്കെ നമ്മൾ ഓരോ എക്സൈറ്റ്മെൻ്റ് ഉള്ളതാണ്. ഇതുവരെ കാണാത്ത സിനിമകൾ, അല്ലെങ്കിൽ കാണാത്ത കാഴ്ചകൾ, കാണാത്ത രീതിയിലുള്ള കോമ്പിനേഷൻസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം, അഭിമാനം തരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാകുന്നു. വ്യത്യസ്തമായ ശ്രേണിയിൽപ്പെട്ട സിനിമകൾ, അത് ഏത് ശ്രേണിയിലുള്ള സിനിമകളാണെങ്കിലും അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നു, തിയേറ്ററിൽ വന്ന് കാണുന്നു എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ടീമിൻ്റെ പേരിൽ മലയാള സിനിമ പ്രേക്ഷകരോട് വലിയ നന്ദി അറിയിക്കുകയാണ്. ഈ പേട്രിയോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേട്രിയോട്ട്